ഒരു 100 പേർക്ക് വന്നിട്ട് ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ് അയക്കണം. അതാ എനിക്കിഷ്ടം. ഫുഡിന്റെ വില നമ്മൾ അറിയണം. അല്ല അത് ശരി, ഒരു അരിമണി വേസ്റ്റ് ആവാൻ പാടില്ല. പക്ഷെ വരുന്നവർക്ക് നമ്മൾ കൊടുത്തില്ല എന്ന് പറയുമ്പോഴേ ഒരു കുഴപ്പമില്ല, അവര് സഹിക്കും. അത് ശരിയാ, നമ്മൾ ലേറ്റ് ആയി, അല്ലെങ്കിൽ ആ ഫുഡ് കണ്ടോ കളഞ്ഞില്ല, അതാണ് വേണ്ടത്. പഴയ കോൺസെപ്റ്റ് ഒക്കെ പോയി. ആതിഥേയ മര്യാദ എന്ന് പറയുന്നതിലും നമ്മുടെ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമായിരുന്നു 2 ദിവസം മുന്നേ, അല്ലെ? വലിയ ആർഭാടങ്ങളോടും ആഘോഷങ്ങളോടും കൂടി നടന്നൊരു കല്യാണമായിരുന്നു അത് എന്ന് തന്നെ വേണം പറയാൻ. അത് പിന്നെ സെലിബ്രിറ്റി കല്യാണം ആണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റേതായ പകിട്ട് കാണിക്കണല്ലോ, അല്ലെ? എന്നിരുന്നാലും ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ചില വാക്കുകളും പിന്നെ സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള ഗോകുൽ സുരേഷ് കല്യാണത്തിന് വന്നവരോട് എന്തോ മോശമായി പെരുമാറി എന്നുള്ള തരത്തിലുള്ള റൂമേഴ്സുമാണ് ഇപ്പൊ പടർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കല്യാണത്തിന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കല്യാണ ശേഷം മീഡിയാസിനോട് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കണ്ടോക്കാം. സുജുവൊക്കെ 3 പ്രാവശ്യം കഴിച്ചു. നൈസ്. ഫുഡ് പാനി അധികം അങ്ങനെ വേണം. അല്ലല്ല, എനിക്ക് മറ്റേതാണ്. ഒരു 100 പേർക്ക് വന്നിട്ട് ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ് അയക്കണം. അതാ എനിക്കിഷ്ടം. ഫുഡിന്റെ വില നമ്മൾ അറിയണം. അല്ല അത് ശരി, ഒരു അരിമണി വേസ്റ്റ് ആവാൻ പാടില്ല. പക്ഷെ വരുന്നവർക്ക് നമ്മൾ കൊടുത്തില്ല എന്ന് പറയുമ്പോഴേ ഒരു കുഴപ്പമില്ല, അവര് സഹിക്കും. അത് ശരിയാ, നമ്മൾ ലേറ്റ് ആയി, അല്ലെങ്കിൽ ആ ഫുഡ് കണ്ടോ കളഞ്ഞില്ല, അതാണ് വേണ്ടത്. പഴയ കോൺസെപ്റ്റ് ഒക്കെ പോയി. ആതിഥേയ മര്യാദ എന്ന് പറയുന്നതിൽ പഴയ കോൺസെപ്റ്റ് ഇല്ല ഇപ്പൊ. വി ഷുഡ് നോട്ട് വേസ്റ്റ് ഫുഡ്. നമ്മളൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പണിയെടുക്കുന്ന രാജ്യം. നമ്മൾ കാണേണ്ടത് സൊമാലിയ, ആഫ്രിക്കയിലെ ഒട്ടുമിക്ക പിന്നോക്ക രാജ്യങ്ങൾ, പിന്നോക്ക പ്രദേശങ്ങൾ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അനീമിക്കായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ചന്ത പറയണം, കയ്യിൽ പോലും ഒരു അരിമണി എന്തോ സുരേഷ് ഗോപി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത പോലെ. എന്റെ അഭിപ്രായത്തിൽ ഒരു കല്യാണമാകുമ്പോൾ അവസാനം വന്നവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കുറച്ച് ഫുഡ് അത് കാരണമായി ബാക്കിയായാലും ഒരു പ്രശ്നവും ഇല്ലെന്ന്. പക്ഷെ വന്നവരിൽ കുറച്ച് പേർക്കെങ്കിലും ഫുഡ് കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു നിരാശ തന്നെയാണ്. കാരണം എല്ലാവരും കല്യാണ സ്ഥലത്തേക്ക് പോകുന്ന എന്താണ്, നല്ലൊരു ഫുഡ് പ്രതീക്ഷിച്ചിട്ടാണ്, അല്ലെ? പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എല്ലാവരും ഭക്ഷണത്തിനെ കുറിച്ചും 2 പേർ മാത്രം ജീവിതത്തെ കുറിച്ചും ചിന്തിക്കുന്ന ഒരേ ഒരു ഒക്കേഷൻ എന്ന് പറയുന്ന കല്യാണമാണെന്നുള്ളത്. അതാണ്. നല്ല ഫുഡ് കൊടുത്താണെങ്കിൽ വരുന്ന ഗസ്റ്റിൽ ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് തന്നെ പേഴ്സണലി അങ്ങനത്തെ 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റീസെന്റ് കഴിഞ്ഞ എന്റെ 2 കസിൻസിന്റെ കല്യാണം, അത് ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടിയ ഒരു കല്യാണമായിരുന്നു. അത് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അവർ വെച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വന്നവരൊക്കെ ആവശ്യത്തിലധികം ഫുഡ് കഴിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചെന്ന് അറിയും, പകുതിക്ക് വെച്ച് ഫുഡ് അങ്ങ് തീർന്നു. ഫംഗ്ഷൻ പകുതി ആയിട്ടുള്ളൂ നിങ്ങൾ ഓർക്കണം. ഒരുപാട് ആളുകൾ അപ്പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്തു, ആളുകൾ പുറത്ത് നിർത്തി ഒരു വേറെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എന്തായാലും 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും, അല്ലെ? അങ്ങനെ എന്താക്കി, കുറെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ അങ്ങ് തിരിച്ചുപോയി. നമ്മുടെ കുടുംബക്കാർക്കിടയിൽ വലിയൊരു സംസാര വിഷയമായിരുന്നത്. ഐ തിങ്ക് ഒരു കല്യാണം നടന്നത് 10 വർഷം മുന്നേയും മറ്റേ കല്യാണം നടന്നത് 1 വർഷം മുന്നേയുമാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ കുടുംബക്കാർ അത് ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ കല്യാണം വരുന്ന സമയത്ത് ആദ്യം കുടുംബക്കാർ പറയുന്നത് എന്താണെന്ന് അറിയും, അവരെ പോലെ ആവരുത് കേട്ടോ, വരുന്ന എല്ലാവർക്കും ഫുഡ് കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, വരുന്ന ഓരോ കല്യാണത്തിനും ഇവരെ കമ്പയർ ചെയ്ത് പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം ഫുഡിന് അത്രത്തോളം വരുന്ന ഗസ്റ്റുകൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കുറെ കാലത്തേക്ക് ഈ പറച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും. കുടുംബക്കാരെല്ലാം മറക്കും, പക്ഷെ കല്യാണ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കിട്ടാതെ തിരിച്ചു വരാണെങ്കിൽ അതൊരിക്കലും മറക്കൂല. കുറെ കാലത്തേക്ക് അത് അവരെ ഓർത്തിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ സുരേഷ് ഗോപി ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇനി ഭക്ഷണം കുറച്ച് ബാക്കി വന്നാലും അതിന് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ അതിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട്. കല്യാണ വീട്ടിൽ ഭക്ഷണം ബാക്കി വന്നാണെങ്കിൽ അവരെ വിളിച്ചാൽ മതി, അവരെ വന്ന് ശേഖരിച്ച് വേണ്ടവരിലേക്ക് എത്തിച്ചോളൂ. ഒന്നും വേണ്ട, ഇന്ന് ഒരുവിധ കാറ്ററിംഗ് സർവീസ് ഒക്കെ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ തിരിച്ചെടുക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും അവർ തിരിച്ചേൽപ്പിച്ചൂടെ. ഇനി അതൊന്നും വേണ്ട എങ്കിൽ പാവപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് ഫുഡ് എത്തിക്കാലോ. ഒരുപാട് അനാഥ മന്ദിരങ്ങൾക്ക് കൊടുക്കാം, അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം. നമ്മുടെ കല്യാണത്തിനും കൂട്ടത്തിൽ ഒരു അന്നദാനമായി. എന്തേ, ഇവിടെ സുരേഷ് ഗോപി ചേട്ടൻ സൊമാലിയനെ കുറിച്ചും മറ്റു ദരിദ്ര ആഫ്രിക്ക രാജ്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ. അതേപോലെ നമ്മുടെ നാട്ടിലെ ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയില്ലേ ഇത്. അങ്ങനെ നമുക്ക് ഇതിനെ കാണാം. ഇനിയിപ്പോ ഞാനിത് പറയുമ്പോൾ ഇപ്പൊ കുറെ അത് പറയും, അയാളുടെ മകളുടെ കല്യാണമല്ലേ, എങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് അയാളല്ലേ തീരുമാനിക്കേണ്ടത്. അതിൽ അഭിപ്രായം പറയാൻ നീ ആരാന്നുള്ളത്, അല്ലേ? സുരേഷ് ഗോപി ചേട്ടന്റെ മകളുടെ കല്യാണത്തിൽ എന്ത് ഫുഡ് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ പുള്ളിക്കാരന്റെ ഡിസിഷൻ ആണ്. അതിലൊന്നും നമ്മൾ കൈക്കെടുത്താൻ വരുന്നില്ല. പക്ഷെ പബ്ലിക്കിൽ ഇങ്ങനെ വന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി ചേട്ടനെ വലിയ നിലയിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. പുള്ളിക്കാരൻ പറയുന്നതാണ് ശരിയെന്നും പറഞ്ഞ് അപ്പാടെ വീങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം നാളെ അവരുടെ വീട്ടിലൊരു കല്യാണം വരുന്ന സമയത്ത് അവർ ചിന്തിക്കുക എന്തായിരിക്കും, സുരേഷ് ഗോപി ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കൊരു 10-200 ആൾക്കാർക്ക് ഫുഡ് ഷോർട്ടേജ് ആയിട്ട് വെക്കാന്നുള്ളത്. അങ്ങനെ അവർ ചിന്തിക്കാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ആർത്തിയോടുകൂടി കല്യാണപ്പുരയിലേക്ക് കയറി ചെന്ന് ഫുഡ് കിട്ടാതെ തിരിച്ചു വരുമ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്.
അപ്പൊ അതാണ് ഒരു വിഷയം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. സുരേഷ് ഗോപി ചേട്ടന്റെ മകനായിട്ടുള്ള ഗോകുൽ സുരേഷിന്റെ റൂമറാണ് നമ്മുടെ രണ്ടാമത്തെ സംസാര വിഷയം. അതായത് ഭക്ഷണം കഴിക്കാൻ വന്ന ഗസ്റ്റിനോട് ഗോകുൽ സുരേഷ് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഈ റൂമർ അടിച്ച് പരത്തിയാരാണെന്നാണ് ജസ്റ്റിസ് സാർ വ്ളോഗാണ്. എല്ലാ സെലിബ്രിറ്റീസിനെയും കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, മൂപ്പരന്നെ. പുള്ളിക്കാരൻ ആ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിന് ഫോട്ടോ ഒക്കെ പുള്ളിക്കാരൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പോയപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്നോണമാണ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ എങ്ങനെ എത്തി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്തായാലും പുള്ളിക്കാരനോട് തന്നെ ചോദിച്ചു നോക്കെ, എങ്ങനെയാണ് നിങ്ങൾ അവിടെ എത്തിയത് എന്ന് പറഞ്ഞു തന്നാട്ടെ. വലിയൊരു വിവാഹമായിരുന്നു. ആ വിവാഹത്തിന്റെ റിസപ്ഷൻ ഉച്ചയ്ക്ക് നടന്നത് നമ്മുടെ ഗോകുലം ഗോപാല സാറിന്റെ ഗോകുലം റിസോർട്ടിലാണ്. ഗോകുലം വലിയൊരു ആ പാലത്തിന്റെ അടുത്താണ് അവിടെ. അപ്പോ ആ ഒരു സംഭവം അവിടെ ആ റിസപ്ഷൻ നടന്നപ്പോ എനിക്ക് അവിടേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രീകണ്ഠൻ നായരെ എനിക്കൊന്ന് കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഫോണിലും കുറെ ബന്ധപ്പെട്ട ആളെ കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഓഫീസിൽ നിന്ന് അറിഞ്ഞത് അദ്ദേഹം ഗുരുവായൂര് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ വരുന്നുണ്ട്, അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനും സമ്മതിച്ചു, ശരി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അദ്ദേഹത്തിനെ കാണാനായിട്ട് അവിടെ ചെന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വെച്ചാൽ ഫുൾ സെക്യൂരിറ്റിയാണ്. അവിടെ കടക്കാനായിട്ട് ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പറ്റാത്ത പോലെ സെക്യൂരിറ്റിയാണ്. അത്ര വലിയൊരു സെക്യൂരിറ്റി വിങ്ങിനാണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ശ്രീകണ്ഠൻ നായരുടെ കെയർ ഓഫിൽ നമുക്ക് അവിടെ കയറാൻ പറ്റി. ശ്രീകണ്ഠൻ നായർ അങ്ങനെ കയറി, ശ്രീകണ്ഠൻ നായർ നമ്മൾ കാണുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സുരേഷ് ഗോപിനും കണ്ടു, ശ്രീകണ്ഠൻ നായർ കണ്ട് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ സുരേഷ് ഗോപിയും കണ്ടു. സുരേഷ് ഗോപിയുടെ ഫോട്ടോ എടുത്തു. അതൊക്കെ ശരി തന്നെ, സമ്മതിച്ചു. ഓ, അപ്പൊ കുമ്മനടിച്ച് കയറി ചെന്നതാണല്ലേ. എന്നിട്ടാണ് ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത്. കുമ്മനടിച്ച് കയറി ചെന്ന് മൂക്കും മുട്ടി തിന്ന് വന്നിരുന്ന് കഴിഞ്ഞിട്ട് കുറ്റം പറയാണ്. നാണമുണ്ടോ മനുഷ്യ? എന്തോ വലിയ മെയിൻ ഗസ്റ്റായി അവിടെ പോയ മാതിരിയാണ് മറ്റുള്ള വർത്താനം കേട്ടാ തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് വിളിക്കാത്ത ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാണെങ്കിൽ അത് പുറത്ത് പറയാൻ തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് നാണക്കേടല്ലേ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഒരു ഉളുപ്പില്ലാണ് വിളിക്കാത്ത കല്യാണത്തിന് കഥ പറയുന്നത്. എന്തായാലും സമ്മതിച്ച് കേട്ടാ മനക്കെട്ടി. പോട്ടെ, ഇനി ഒരു സെലിബ്രിറ്റി കല്യാണത്തിന് പങ്കെടുത്തല്ലേ, ഇനി കുമ്മനടിച്ചിട്ടാണെങ്കിൽ അത് പുറത്ത് പറയുമ്പോൾ ഒരു അഭിമാനമായിട്ട് പുള്ളിക്കാരന് തോന്നുകയാണെങ്കിൽ തോന്നിക്കോട്ടെ. പക്ഷെ അത് പുറത്ത് പറഞ്ഞത് വരെ കുറ്റമായിട്ടാണ് മറ്റുള്ള പറയുന്നത്. ഇങ്ങനെ പോലുള്ള ആൾക്കാരൊക്കെ കല്യാണത്തിന് വന്നുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തന്നെ തുടർന്ന് പറയുന്നുണ്ട്, അവിടെ ഫുള്ളും വെജ് ഫുഡായിരുന്നു, എനിക്കിഷ്ടം നോൺ വെജ് ആണ്, മീൻകറി ഇല്ലാതെ എനിക്ക് ചോറ് ഇറങ്ങില്ല എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ഫുഡ് അധികം മൈൻഡ് ചെയ്യാൻ പോയില്ല എന്നൊക്കെ പുള്ളിക്കാരൻ അടിച്ചു വിടുന്നുണ്ട്. എന്തായാലും ബാക്കി ഉണ്ടോ വെക്കാം. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരു ഡോർ അടച്ചിട്ടേക്കാണ്. ആ ഡോറിന്റെ മുമ്പിൽ പുറത്ത് സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിങ്ങിനെ ഏൽപ്പിച്ചിട്ടുള്ള അവരെ സെക്യൂരിറ്റി, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വാതിൽ അടച്ചിരിക്കുക. അപ്പൊ അവിടെ പറയാം, അവിടെ ഇതിന് പുറത്ത് വാതിൽ തുറക്കണതും കാത്ത് കുറെ ആൾക്കാർ കാത്ത് നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ഒരു ട്രിപ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിച്ചിട്ട് വേണം അവരെ ഭക്ഷണം കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് കടത്തി വിടാൻ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, ഒരു 100-150 ആള് ഒരുമിച്ച് വന്ന് ഈ വാതിൽ തുറക്കണം കാത്തിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് ഒരാള് ആ വാതിൽ തുറന്നുകൊണ്ട് വന്നു. അപ്പൊ നമ്മളെ കുറെ നീങ്ങിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ തുറന്നു വന്ന ആള് ആരാന്ന് നോക്കിയപ്പോ നമ്മുടെ ഗോകുലാണ്, നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ. അദ്ദേഹം വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ഈ ഫംഗ്ഷന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തവർ മാത്രം അവിടെ നിൽക്കുക, അല്ലാത്തവര് ഭക്ഷണം കഴിക്കാൻ അവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. ശരി, ഗോകുൽ സുരേഷ് ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്? പിന്നെ ഗോകുൽ സുരേഷ് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഗോകുൽ സുരേഷ് അങ്ങനെ പറയുന്ന വ്യക്തിയുമല്ല. നല്ല മാനറിസം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോകുൽ സുരേഷ്. പ്രത്യേകിച്ച് പബ്ലിക്കിൽ എങ്ങനെ നന്നായി സംസാരിക്കണം എന്ന് അറിയുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. അത് പബ്ലിക്കിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ പോലുള്ള ആളുകൾ ഉറപ്പായിട്ട് അങ്ങനെ പെരുമാറില്ല. ഇനി പെരുമാറിയിട്ടുണ്ട് എങ്കിൽ ഈ കല്യാണത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈ കല്യാണത്തിന് ചുറ്റും ക്യാമറ കണ്ണുകളാണ്. കാരണം ഓൺലൈൻ മീഡിയസ് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. കല്യാണത്തിന് എല്ലാ ഭാഗവും അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാത്റൂമും ടോയ്ലറ്റും മാത്രമേ ഷൂട്ട് ചെയ്യാത്തുള്ളൂ, ബാക്കി മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഗോകുൽ സുരേഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും അതിന് ഫൂട്ടേജ് പുറത്തു വരേണ്ടതാണ്. അങ്ങനെ ഒരു ഫൂട്ടേജ് പുറത്തു വന്നിട്ടില്ല. ഇനിയിപ്പോ സുരേഷ് ഗോപി ചേട്ടൻ അത് പുറത്ത് വരാതെ ഒതുക്കിയെന്ന് തന്നെ കരുതാം. അങ്ങനെയെങ്കിൽ ജസ്റ്റിസ് സാർ വ്ളോഗണ്ണൻ അവിടെ ഇല്ലായിരുന്നോ? നിങ്ങൾക്ക് ഇങ്ങനെ പൊത്തി പിടിച്ച് വീഡിയോ എടുത്താൽ പോരായിരുന്നു. ആരും അത് അറിയത്തില്ല, അതുപോലെ നിങ്ങൾ എടുത്തില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനടിസ്ഥാനത്തിലാണ് ഈ അടിച്ചു വിടുന്നത്? പോട്ടെ, അവിടെ എത്രയോ ആൾക്കാരുണ്ടാകും, അതിലൊരാളെങ്കിലും അതിന് ഫുട്ടേജ് പുറത്തു വിടേണ്ടതാണ്. അങ്ങനൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങോട്ട് അടിച്ച് വിടന്നെ. ഈ വായ്ക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് വായ തോന്നി പറയന്നെ. ഈ പറയുന്നതിന് ഒരു ഉറപ്പില്ലല്ലോ എന്നുള്ളതാണ്. ഓൾറെഡി കുമ്മനടിച്ചിട്ടാണ് കയറി ചെന്നത്. അതെന്തോ വലിയ സംഭവം പോലെ പറഞ്ഞിട്ടാണ് ആ പരിപാടി ഓർഗനൈസ് ചെയ്ത ആൾക്കാർ കുറ്റം പറയുന്നത്. ഇങ്ങനത്തെ ആൾക്കാർക്ക് കല്യാണത്തിനെ കുറിച്ച് കുറ്റം പറയാൻ പോയിട്ട് അഭിപ്രായം പറയാൻ പോലുള്ള അവകാശം ഇല്ല. ക്ഷണിച്ചിട്ടാണ് പോയിട്ടെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ക്ഷണിക്കാതാണ് പോയത്, എന്നിട്ടാണ് ഇരുന്ന് പറയുന്നത്. ഇനിയിപ്പോ ഗോകുൽ സുരേഷ് അങ്ങനെ പറഞ്ഞെന്ന് തന്നെ വെക്കാം. അതായത് ഹോളിന് പുറത്ത് വന്ന് ക്ഷണിക്കാത്തവരെല്ലാവരും പിരിഞ്ഞു പോകണം തന്നെ പറഞ്ഞെന്ന് വെക്കാം. അതിലെന്താ തെറ്റ്? കാരണം ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ ഓർഗനൈസ് ചെയ്യുന്നവർക്ക് അറിയാം, ഒരു നിശ്ചിത കണക്ക് വെച്ചിട്ട് അവിടെ ഫുഡ് വെക്കത്തുള്ളൂ. കുറെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എത്രയാണ് ആൾക്കാർ വിളിച്ചത് ആ കണക്കനുസരിച്ചേ വെക്കത്തുള്ളൂ. ചിലപ്പം കുറച്ച് അധികം വെക്കും, ചിലപ്പം കറക്റ്റ് ആയിട്ട് വെക്കും.
അത്തരം ഒരു സാഹചര്യത്തിൽ വിളിക്കാത്ത കുറെ ആൾക്കാർ വന്ന് ആദ്യം ഫുഡ് കഴിച്ച് പോകുന്ന സമയത്ത് പിന്നെ വിളിച്ച ആളുകൾ വരുമ്പോൾ അവർക്ക് ഫുഡ് കിട്ടാത്ത സാഹചര്യം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കാത്ത ആൾക്കാർ ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത്. ഗോകുൽ സുരേഷ് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഗോകുൽ സുരേഷ് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട്. എനിവേ, ഒരു മാസം മുന്നേ ജസ്റ്റിസ് ആർ വ്ലോഗ് കണ്ണനെ ലക്ഷ്മി നക്ഷത്രം ഇട്ട് അലക്കിയതാണ്, നമ്മളെല്ലാവരും അത് കണ്ടതാണ്. അന്ന് നന്നായി എന്ന് വിചാരിച്ചതാണ്. എവിടെ ഈ നായുടെ വാല് 12 കാലം കോയിലിട്ടാലും വളഞ്ഞു കെടുക്കുന്ന പറഞ്ഞ പോലെ ഇയാൾ ഈ പരിപാടി നിർത്താൻ പോകുന്നില്ല. എനിവേ, എന്താണ് കല്യാണ വീട്ടിലെ സുരേഷ് ഗോപിയുടെ ഭക്ഷണത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും ഗോകുൽ സുരേഷിനെ കുറിച്ചുള്ള ഈ റൂമറിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.